കേരളം തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. ഏപ്രിൽ മാസത്തിൽ തൃശ്ശൂർ പൂരവും തെരഞ്ഞെടുപ്പ് പൂരവും ഒന്നിച്ചാണ്. സിറ്റിംഗ് എംപിയും തൃശ്ശൂർക്കാരനുമായ ടി.എൻ. പ്രതാപൻ കോൺഗ്രസിനായി ഇറങ്ങുന്നു. ജനസമ്മതി കൊണ്ടും വ്യക്തിബന്ധങ്ങൾ കൊണ്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടി വിജയിച്ച കോൺഗ്രസുകാരൻ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തൃശ്ശൂരിലെത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രചാരണങ്ങൾക്ക് അനൌദ്യോഗിക തുടക്കം കുറിക്കുന്നു. പ്രതാപനെ നേരിടാൻ LDF ഇറക്കുന്നത് CPIക്ക് വേണ്ടി മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാറിനെ. തൃശ്ശൂരിലെ മുൻ MLA, ഒരു പക്ക തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന ആൾ. CPIക്ക് തൃശ്ശൂർ പിടിക്കാൻ സുനിൽകുമാർ തന്നെ വേണമെന്ന് നേരത്തെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തകർ അഭിപ്രായമുയർത്തിയിരുന്നു. കഴിഞ്ഞ തവണ കൈവിട്ട തൃശ്ശൂർ സീറ്റ് നേടാൻ CPI തങ്ങളുടെ തുറുപ്പിച്ചീട്ടിറക്കുകയാണ്. കഴിഞ്ഞ വർഷം അമിത്ഷാ, പുതുവത്സരത്തിൽ 2 ആഴ്ചയ്ക്കിടെ 2 തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുരേഷ് ഗോപിക്കായി കളമൊരുക്കാൻ ഇതിലും വലുതെന്തു വേണം? മാസങ്ങൾക്ക് മുൻപേ പ്രചാരണം ആരംഭിച്ച മട്ടിലാണ് BJP. കേരളത്തിൽ ഒരു സീറ്റ് കിട്ടുമെങ്കിൽ ആദ്യത്തേത് തൃശ്ശൂരാകും എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. ഇത്തവണ തൃശ്ശൂർ ആരെടുക്കുമെന്നറിയാൻ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും തൃശ്ശൂർക്കാർക്ക് മുന്നിൽ 3 സ്ഥാനാർത്ഥികളെയും നിരത്തി കഴിഞ്ഞു മുന്നണികൾ. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.